നഗരസഭ തീരുമാനമായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പം LDFും SDP എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. UDFിനെതിരെ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാൻ അവസരം കിട്ടുമ്പോഴത്തേന് അവർ ഒന്നാവുമല്ലോ. കൊടുത്ത നോട്ടീസിന് ഈ ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായി മറുപടി നോട്ടീസ്, റിപ്ലൈ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പം ലീഗുകാർക്ക് മാത്രമോ കോൺഗ്രസ്സുകാർക്ക് മാത്രമോ ഇവിടെ ഭരിക്കുന്ന പാർട്ടി എന്നതിൽ നമുക്ക് മാത്രം ഇവിടെ ബിൽഡിങ്ങുള്ളൂ. എല്ലാവർക്കും ഇവിടെ പാർട്ടി ഒന്നുമില്ല. കൗൺസിലായി നിയമിക്കുന്നതിന് എന്തൊക്കെയാണ് തടസ്സങ്ങൾ? അത് ബാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ബിൽഡിംഗ് പിതാവ് മരണപ്പെട്ടു, പിതാവിൻ്റെ മക്കളായിട്ടുള്ള അനന്തരാവകാശികളുടെ കയ്യിലേക്ക് വരുന്ന ഈ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും നിയമപരമായ പ്രശ്നമുണ്ട്, അത് അവർ ക്ലിയർ ചെയ്യട്ടെന്ന്. അദ്ദേഹം കഴിവുള്ള പ്രാപ്തിയുള്ള അഭിഭാഷകനാണ്. മുനിസിപ്പാലിറ്റിയിൽ അനധികൃതമായി പണിത വൈകാസ്റ്റ് എന്നൊരു സ്ഥാപനം അതിന് ലീഗലായിട്ട് പൊളിച്ചു മാറ്റാൻ വേണ്ടി മുനിസിപ്പാലിറ്റി സെക്രട്ടറി ലെറ്റർ കൊടുക്കുകയും അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിന്റെ അവകാശിയായിട്ട് വന്നിരിക്കുന്നത് പീർ മുഹമ്മദ് ഖാനാണ്, മുസ്ലിം ലീഗിന്റെ നേതാവാണ് അറിയാമെങ്കിൽ. അപ്പം അവരെ തന്നെ ഇവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടം പൊളിച്ചു മാറ്റാൻ പറഞ്ഞ അദ്ദേഹത്തെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് എന്ന നിലയിൽ മാത്രം കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെ വീണ്ടും മുനിസിപ്പാലിറ്റിയുടെ അഡ്വൈസറി ബോർഡിലേക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്ന അതിൻ്റെ ഒരു തീരുമാനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? SDP-യും അതോടൊപ്പം തന്നെ CPM-ഉം ഇപ്പൊ പ്രതിഷേധമായിട്ടാണ് കൗൺസിലിൽ ഇറങ്ങിയിരിക്കുന്നത്. അല്ല, പ്രതിഷേധം സ്വാഭാവികമാണല്ലോ. അതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവട്ടെ. നമുക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ചോദിച്ചതുപോലെ അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാന്റെ പിതാവ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ള ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ആ ബിൽഡിങ്ങിൻ്റെ ഒരു പോർഷൻ നമ്പറില്ലാത്തതാണ് ഇപ്പം ആരോപണ വിധേയമായി വന്നിരിക്കുന്നത്. ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കൃത്യമായി അദ്ദേഹം കരമടയ്ക്കുകയും അതെല്ലാ വർഷവും കുടിശ്ശികയില്ലാതെ കൃത്യം ഡേറ്റിനുള്ളിൽ സമയബന്ധിതമായി കരമുടുക്കി പോകുന്ന ഒരാളാണ് ഒന്നാമത്. രണ്ടാമത് ആ ബിൽഡിങ്ങിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നെ അദ്ദേഹം സെക്രട്ടറി കൊടുത്ത നോട്ടീസിന് വളരെ വിശദമായി ഈ പറയപ്പെടുന്ന ബന്ധപ്പെട്ട അതിൽ അവകാശികൾ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കിപ്പോൾ ഒരു ബിൽഡിങ് പിന്നെ ഒരു എന്താ പറയുക, ഒരു അൺഓതറൈസ്ഡ് ബിൽഡിങ്, ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പോർഷൻ അൺഓതറൈസ്ഡ് ആണെന്ന് കണ്ടാൽ അത് ഈരാറ്റുപേട്ട മാത്രമല്ല കേരള സംസ്ഥാനത്ത് വ്യാപകമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും ഉള്ളതാണ്. സ്വാഭാവികമായിട്ടുണ്ടാകും. പല ബിൽഡിങ്ങുകളിലും മേളിലേക്ക് പണിയുന്ന കെട്ടിടങ്ങൾ അൺഓതറൈസ്ഡ് ആവാം. അപ്പോൾ നമ്മൾ നഗരസഭ ചെയ്യുന്നത് നോട്ടീസ് കൊടുത്ത് അതിന് UN നമ്പർ ഇട്ട് നഗരസഭ അവരിൽ നിന്നും കരം ഈടാക്കി നഗരസഭയ്ക്ക് വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അപകടകരമായ സാഹചര്യങ്ങളോ അവിടെ PWD റോഡിനോ മറ്റെന്തെങ്കിലും അസൗകര്യം, ഇപ്പോൾ PWD ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ നഗരസഭാ റോഡുകളോ മറ്റെന്തെങ്കിലും അനുബന്ധ ഗതാഗത സംവിധാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് മറ്റുള്ള നിയമ നടപടിയിലേക്ക് പോകുന്നത്. ഇപ്പം അനധികൃതമായിട്ടുള്ള പോർഷൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ അത് റെഗുലറൈസ് ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ വഴികളും അവർക്കുണ്ട്. അതിൻ്റെ പ്രൊസീജിയറൊക്കെ അവർ കടന്നത് ചെയ്ത് അതിൻ്റെ വഴിക്ക് പോകും. അതും സ്റ്റാൻഡിംഗ് കൗൺസിലെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ കണക്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. സ്റ്റാൻഡിംഗ് കൗൺസിലെ ഈരാറ്റുപേട്ട നഗരസഭ തീരുമാനിച്ച അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാൻ അദ്ദേഹം വർഷങ്ങളായി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. ഈ നാടുമായി ഏറെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണ്, കടപ്പാടുള്ള ആളാണ്. നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹം ഇടപെട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഭരണസമിതി എന്ന നിലയിൽ ഭരണസമിതിയുടെ താല്പര്യപ്രകാരം അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാനെ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നമ്മൾ തീരുമാനിക്കുകയാണ്. ഒരു അഭിഭാഷകനെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കുമ്പോൾ അയാളെ ആ അഭിഭാഷകനെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കരുത് എന്നുള്ളതിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാന്റെ വിഷയത്തിൽ വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവ പിന്നെ വൈകല്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഒരുപാട് ഒഫൻസുകളുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊന്നും അദ്ദേഹം പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതൊരു വ്യക്തി പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് റേസ് ചെയ്ത് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത്. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പിന്നെ നീക്കം എന്നതിനപ്പുറത്തേക്ക് നിയമപരമായി യാതൊരു പ്രശ്നവുമില്ല. ഇന്നിപ്പം കൗൺസിലിൽ നമ്മൾ അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാനെ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായി തീരുമാനമെടുത്തിട്ടുണ്ട്. നിലവിൽ അവിടെ വൈകാസ്റ്റിലെ 2-3 ബിൽഡിംഗ് കഴിഞ്ഞിട്ട് അവിടെ റെസിഡൻസി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന ആൾക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യമാണ്. അപ്പൊ അതിനുള്ള പെർമിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടോ? അല്ല, അത് നിലവിൽ ആ ബിൽഡിങ്ങിന്റെ 1, 2, 3 നിലകൾക്ക് നമ്പർ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് പരിശോധിച്ചപ്പോൾ കിട്ടിയ വിവരം. കൃത്യമായ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചാൽ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാൻ പറ്റും. അല്ല, ആ വിവരങ്ങൾ അതൊക്കെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ വെച്ചാൽ ഏത് ബിൽഡിങ്ങിന്റെ എന്തും ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. മനസ്സിലായില്ലേ? അത് നിങ്ങൾ എടുക്കുക. അതെല്ലാം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് അത് തന്നെയാണ് പറഞ്ഞത്. ആ നോട്ടീസിൽ വ്യക്തമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറയപ്പെടുന്ന പിന്നെ പീർ മുഹമ്മദ് ഖാന്റെ പിതാവിന്റെ പേരുള്ള വസ്തുവിൽ അവകാശികളായിട്ടുള്ളവർ ചേർന്ന് അതിന് കൃത്യമായി നഗരസഭയ്ക്ക് സെക്രട്ടറിക്ക് പിന്നെ
അവർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, മറുപടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് ആ നിയമപരമായിട്ട് അതങ്ങ് പോകും. അതും സ്റ്റാൻഡിംഗ് കൗൺസിലുമായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞത്. ചെയർമാൻ പറഞ്ഞ അവിടെ മുനിസിപ്പാലിറ്റിയിൽ അനുമതി കൊടുത്ത് 2 ബിൽഡിംഗ് പണിയാൻ 2 ലെയർ പണിയാൻ അവസരം കൊടുത്തിട്ടു. അതിന് മുകളിലേക്ക് പണിത് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്ക് വരുമാനം കിട്ടുമെന്ന തീർച്ചയായിട്ടും സാഹചര്യത്തിൽ അത് അനുവദിച്ചു കൊടുക്കുക ചെയ്തല്ലേ? അല്ലെ, അനുവദിച്ചു കൊടുക്കാന്നല്ല, റെഗുലറൈസ് ചെയ്യാനുള്ള ബിൽഡിംഗ് ഓണർക്ക് ഒരു അവകാശം, റൈറ്റ് ഉണ്ട്. ആ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി ആ റൈറ്റ് വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യും, ഒരു വ്യക്തി, ഒരു സ്വകാര്യ വ്യക്തി അയാളുടെ കെട്ടിടവുമായി ബന്ധപ്പെട്ട് റെഗുലറൈസ് ചെയ്യാനുള്ള സർക്കാരിന്റെ ആനുകൂല്യത്തിന് വേണ്ടി നഗരസഭയെ സമീപിക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും, എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പോയി സമീപിച്ചെന്ന് പരിശോധന നടത്തി അത് റെഗുലറൈസ് ചെയ്ത് അൺഓതറൈസ്ഡ് നമ്പർ UA നമ്പർ കൊടുക്കാൻ അതിന് പര്യാപ്തമാണോ എന്ന് പരിശോധിച്ചിട്ട് നമ്പർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും. ഈരാറ്റുപേട്ട എന്നല്ല, പല സ്ഥലങ്ങളിലും അങ്ങനെ UA നമ്പർ കൊടുത്ത് അതിലൂടെ ടാക്സ് കളക്ഷൻ നടത്തണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാടും. അതാണ് ഈ കാര്യത്തിലും ചെയ്യേണ്ടത്. ഇനി ഈരാറ്റുപേട്ട ഇപ്പം വൈറ്റ് കാസ്റ്റിൽ എന്നുള്ളതല്ല, ഇപ്പോൾ ഇവിടെ ഇതൊരു ചർച്ച വന്നപ്പോൾ ഒരു വ്യക്തി പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിവൈരാഗ്യവും രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ കൂടി വരുമ്പോൾ അതൊക്കെ ഈ വിഷയം വരുന്നത്. ഈരാറ്റുപേട്ട എന്നല്ല, ഈ കോട്ടയം ജില്ലയിലെ കേരളത്തിൽ എവിടെ പോയാലും അതെല്ലായിടത്തും ബിൽഡിംഗ് ഉള്ളിടത്തെല്ലാം അൺഓതറൈസ്ഡ് ബിൽഡിംഗ് പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രൗണ്ട് മുതൽ മേൾ വരെ നമ്പറില്ലാത്ത എത്ര ഘട്ടങ്ങൾ ഈരാറ്റുപേട്ട എന്നല്ല, വെളിയിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്, എത്രയോ കേസുകൾ കേരളത്തിൽ വിവിധങ്ങളായ കോടതികളിലുണ്ട്. അപ്പോൾ അതൊക്കെ അൺഓതറൈസ് ചെയ്യാനുള്ള നിയമപരമായ സാഹചര്യങ്ങളുണ്ട്. അത് ആ വ്യക്തികൾ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സമീപിച്ച് പോവുക. ഇല്ലെങ്കിൽ അതിൻ്റെ ബാക്കി നിയമപരമായിട്ട് പൊളിക്കുകയോ നിലനിർത്തുകയോ പുതിയ നമ്പർ ഇട്ട് ടാക്സ് അടയ്ക്കുകയോ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നിയമപരമായ കാര്യങ്ങളാണ്. അത് സ്റ്റാൻഡിംഗ് കൗൺസിലെ നിയമിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് സത്യം. ഒരു ഇപ്പൊ നിലവിൽ അവിടെ പൊളിച്ചു നിൽക്കാൻ വേണ്ടി 2026 2-ാം മാസത്തിൽ സെക്രട്ടറി ലെറ്റർ കൊടുത്തിട്ടുള്ളതാണ്. നിലവിൽ എന്ത് നടപടിയാണ് ഇപ്പം 6 മാസമായിട്ട് നഗരസഭ ചെയ്തിരിക്കുന്നത്? ആ ബിൽഡിംഗുമായി ബന്ധപ്പെട്ട് നഗരസഭ ചെയ്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹത്തിന് നോട്ടീസ്, സെക്രട്ടറി, നഗരസഭ ചെയർമാനല്ലോ, സെക്രട്ടറി അദ്ദേഹം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസിന് മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. മറുപടിക്ക് ശേഷമുള്ള നടപടി എന്താണെന്നുള്ളത് ഉദ്യോഗതലത്തിൽ നിന്ന് വരട്ടെ. ഇനി അതിന് ആക്ഷേപം ഉണ്ടെങ്കിൽ പരാതി പോയിരിക്കുന്ന ആളുകൾ കോടതിയിൽ പോട്ടെ. കോടതിയിൽ പോയി ഇത്തരം പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ചെയർമാൻ അതിനെ കുറിച്ച് അറിയില്ല, സെക്രട്ടറി അറിയില്ലെന്നല്ല, ഞാൻ കൃത്യമായി അറിഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം സെക്രട്ടറി കൊടുത്ത നോട്ടീസിന് ഈ ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായി മറുപടി നോട്ടീസ്, റിപ്ലൈ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഉദ്യോഗസ്ഥർ അത് ആലോചിച്ചിട്ട് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ എതിർകക്ഷികൾ കോടതിയിൽ പരാതി കൊടുത്തോ ആ നിലയിൽ നിയമപരമായ സംവിധാനത്തിലൂടെയോ എന്താണെന്നോ ഞാൻ പറഞ്ഞില്ല. പല ഓപ്ഷൻസ് ഉണ്ട്. ഞാനിത് ആദ്യം തന്നെ പറഞ്ഞു. അതായത് അപകടകരമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബിൽഡിംഗ് നിൽക്കുന്നതെങ്കിൽ പൊളിച്ചു നീക്കണം. അല്ല എങ്കിൽ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് അത് റെഗുലറൈസ് ചെയ്യാനുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് അത് UA നമ്പർ ഇടാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീർക്കേണ്ട നിയമപരമായ കാര്യങ്ങളല്ലേ. അതിനിപ്പം ഈ വിഷയം ഉണ്ടായതുകൊണ്ട് എടുത്തിയാടി ചെയർമാൻ എന്നതിലേക്ക് ഘട്ടത്തിൽ പോയി പരിശോധിച്ച് അതിന് പൊളിച്ചു നിൽക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയല്ലോ ചെയ്യേണ്ടത്. ലീഗലായ കുറേ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ആ ബിൽഡിങ്ങിന് UA നമ്പർ കൊടുക്കാൻ പര്യാപ്തമാണെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം അതിനകത്ത് സർട്ടിഫൈ ചെയ്യുള്ളൂ. അതിനുശേഷം നഗരസഭയ്ക്ക് വരുമാനം ഉണ്ടാക്കും. നമ്മളിപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഈരാറ്റുപേട്ടയിലെ നികുതി, ഇപ്പം ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നികുതി കുടിശ്ശികയുള്ള നഗരസഭയാണ് ഈരാറ്റുപേട്ട. നമ്മുടെ ആളുകൾ നികുതി അടയ്ക്കുന്ന കാര്യത്തിൽ ഒരുപാട് പുറകോട്ടാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ പുതിയ ഭരണസമിതി കയറിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് അക്കാലത്ത് ക്യാമ്പയിൻ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് 2 കോടി രൂപയ്ക്ക് അടുത്ത് നികുതി കഴിഞ്ഞ വർഷം അടയ്ക്കാം. അതിന് മുമ്പൊക്കെ നികുതി അടയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് ആ കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നീങ്ങി. ഇനി വരുന്ന വർഷവും ഇതുപോലെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, പരമാവധി കളക്ട് ചെയ്ത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ടയിൽ വീടുകൾ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ, കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ, പല കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളുടെയും 2-ാം നിലയും 3-ാം നിലയും ഒക്കെ പല ബിൽഡിങ്ങുകളും നമ്പറില്ലാത്ത ബിൽഡിംഗ് ഉണ്ട്. അത് ഓരോ പാർട്ടി എന്നുള്ളതല്ല, എൻ്റെ പാർട്ടി നിൻ്റെ പാർട്ടി എന്നുള്ള ലീഗോ കോൺഗ്രസോ CPM എന്നുള്ളതല്ല. പല ഇവിടെ എത്രയോ ലീഗുകാർക്ക് മാത്രമോ കോൺഗ്രസ്സുകാർക്ക് മാത്രമോ ഇവിടെ ഭരിക്കുന്ന പാർട്ടി എന്നല്ല, നമുക്ക് മാത്രം ഇവിടെ ബിൽഡിങ്ങുള്ളൂ. എല്ലാവർക്കും ഇവിടെ പാർട്ടി ഒന്നുമില്ല. ഇത് സ്വകാര്യ വ്യക്തിയിൽ ബിൽഡിംഗ് പണിയുന്നു. പലപ്പോഴും പല ബിൽഡിങ്ങിൻ്റെയും പല പോർഷനുകളും നമ്പറില്ലാതെ എടുക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ തന്നെ എടുത്തു നോക്ക്. ഈ സംസാരിക്കുന്ന നമ്മുടെ വീടുകൾ തന്നെ എടുത്തു നോക്ക്. കൃത്യമായി നിയമം പറയുന്നത് തന്നെ, ഒരു വീട് പണിതാൽ അതിൻ്റെ മേളിൽ റൂഫ് ഇട്ടാൽ, അത് അടച്ചു വാർത്താൽ, അടവാക്കിയാൽ നമ്പർ വേണം ആ പോർഷൻ. നഗരസഭയിലെ പലയിടത്തുമുള്ള പല വാർഡിലുമുള്ള വീടുകൾ, ബിൽഡിങ്ങുകളൊക്കെ നമ്പറില്ലാത്ത ഭാഗങ്ങളുണ്ട്. നമ്പറില്ലാത്ത വീട് തന്നെ ഒരു വാർഡിൽ 200-300 വീടെടുത്താൽ എനിക്ക് തോന്നുന്നൊരു 100 വീടും നമ്പറില്ലാത്ത ഇവിടെ. അതിനൊക്കെ ഉള്ളൊരു അദാലത്ത് വെച്ച് ആളുകൾക്ക് സൗകര്യപ്പെടുത്തി കൊടുത്ത് ഇനി അതിലേക്ക് വരുത്താൻ വേണം. നമുക്ക് നഗരസഭയിൽ വരുമാനം കൂടേണ്ട സാഹചര്യം. സർക്കാർ തരുന്ന ഫണ്ടുകൾ പലപ്പോഴും സർക്കാരിൻ്റെ ഫണ്ട് ലഭ്യത കുറവ് കൊണ്ട് പലപ്പോഴും ഫണ്ട് വെട്ടിക്കുറച്ച് കുറവ് ഫണ്ടായി വന്നുകൊണ്ടിരിക്കുന്നു ഓരോ വർഷം.
അപ്പോൾ അതുകൊണ്ട് നഗരസഭയ്ക്ക് ഫണ്ട് കൂട്ടുന്ന റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഈ ഭരണസമിതി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഒരു ആക്ഷേപം നിൽക്കുന്ന ഒരു വ്യക്തിയെ നഗരസഭ തിരഞ്ഞെടുക്കുമായി ബന്ധപ്പെട്ട് ചെയർമാൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണ്? അങ്ങനെ ഒരാൾ പ്രതിയായിട്ട് നിൽക്കും, മുനിസിപ്പാലിറ്റിയുടെ പ്രതിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിനെ. ഇപ്പോൾ മുനിസിപ്പാലിറ്റി പൊളിച്ച് മാക്കാൻ ലെറ്റർ കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് പ്രതിയാക്കപ്പെട്ട ആൾ ഇവിടെ കൗൺസിലർ ആയി വരുമ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കേസ് വാദിക്കേണ്ട സാഹചര്യത്തിലേക്കാണോ ഇല്ലാത്ത മുനിസിപ്പാലിറ്റി നിയമിക്കുന്നത്? ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്ത ഒരു കുറ്റം, നിങ്ങളുടെ സംസാരത്തിൽ അദ്ദേഹം എന്തോ വലിയ പാതകം ചെയ്തൊരു വലിയ കേസിൽ പ്രതിയായി നിൽക്കുന്നതിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇത് ജെന്യൂനായിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചു. ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആ ബിൽഡിങ്ങിൻ്റെ ഒരു പോർഷനിൽ നമ്പറില്ല എന്നുള്ള ആരോപണം അത് കോടതി നിൽക്കുകയാണ്. അതും ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലുമായി ബന്ധപ്പെട്ട് യാതൊരു കണക്ഷനുമില്ല. ഞാനും ഒരു അഭിഭാഷകനുണ്ട്, 22 വർഷമായിട്ട് ഇതായിട്ട് കോടതി പ്രാക്ടീസ് ചെയ്ത് ചെയർമാനായപ്പോൾ പിന്നെ കോടതി പോകുന്നത്. അപ്പം അതിനകത്ത് എനിക്ക് പറയാമല്ലോ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കുന്നതിന് എന്തൊക്കെയാണ് തടസ്സങ്ങൾ അതിനകത്ത് ബാധിക്കുന്നില്ല. അദ്ദേഹം ഈ നാടിനോട് കമ്മിറ്റ്മെൻറ്റുള്ള ആളാണ്, ഈ നാട്ടുകാരനാണ്. ഈ നാടുമായി ബന്ധപ്പെട്ട നിയമപരമായ എന്താവശ്യവും കോടതിയിൽ കൃത്യമായി സബ്മിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ഭരണസമിതി അങ്ങനെ ഒരു പേര് നിർദ്ദേശിക്കാൻ കാരണമായത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ബിൽഡിംഗ്, പിതാവ് മരണപ്പെട്ടു, പിതാവിൻ്റെ മക്കളായിട്ടുള്ള അനന്തരാവകാശികളുടെ കയ്യിലേക്ക് വരുന്ന ഈ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും നിയമപരമായ പ്രശ്നമുണ്ട് അത് അവർ ക്ലിയർ ചെയ്യട്ടെന്ന്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് റെഗുലറൈസ് ചെയ്യാനും ഓൾട്ടർ ചെയ്യാനും ഒക്കെ പല പിന്നെ സാഹചര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യട്ടെ. ഇപ്പോൾ നിലവിലെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്ന ഒറ്റ കാരണത്താലാണ് അദ്ദേഹത്തിനെ ഇവിടെ കൗൺസിലിലേക്ക് എടുക്കുന്നതെന്നാണ് പ്രതിപക്ഷങ്ങളായ SDPM CPM ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സമരം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം മന്ത്രിമാരുൾപ്പെടെ വന്നിട്ടും സർക്കാർ നടത്തിയത് ആ വൈകാസ്റ്റിൽ വെച്ചാണ് നടന്നതാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത്. അപ്പം അത്രയും ഒരു വന്നതിന് ശേഷവും അദ്ദേഹത്തിന് തന്നെ നിങ്ങൾക്ക് പാർട്ടിയിൽ സമ്മർദ്ദമുണ്ടോ? അദ്ദേഹത്തിന് തന്നെ ഒരു സമ്മർദ്ദമില്ല, പാർട്ടിയിൽ സമ്മർദ്ദമൊന്നുമില്ല. പീർ മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ അഭിഭാഷകൻ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഇരാറ്റുപേട്ട കോടതി പ്രാക്ടീസറാണ്, ഏറ്റവും കഴിവുള്ള അഭിഭാഷകൻ. ഇരാറ്റുപേട്ട ഇപ്പം ഹൈക്കോടതി പോയാലും അന്വേഷിച്ചാലും അറിയാം, അദ്ദേഹം കഴിവുള്ള പ്രാപ്തിയുള്ള അഭിഭാഷകനാണ്. നമ്മൾ ആ ഒരു മെറിറ്റേ നോക്കുന്നുള്ളൂ. ഇപ്പം നാട്ടിൽ ഇരാറ്റുപേട്ട മന്ത്രിമാരും നേതാക്കന്മാരും വരുമ്പോഴത്തേക്കും അത് അദ്ദേഹം ജില്ലാ ലീഗിൻ്റെ ഭാരവാഹിയാണ്. ജില്ലാ ലീഗിൻ്റെ ഭാരവാഹി എന്നല്ല, ആ നേതാക്കന്മാരായിട്ട് വ്യക്തിബന്ധം ഉള്ളപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഭക്ഷണം കൊടുത്തത്. ഈ പറഞ്ഞ വൈറ്റ് കാസിലിൻ്റെ പുറകുവശത്ത് അദ്ദേഹത്തിൻ്റെ വീടുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പത്രക്കാരല്ല പോയി നോക്കും. അവിടെ വർഷങ്ങൾ പഴക്കമുള്ള അവരുടെ തറവാട് വീടാണ്. ആ തറവാട് വീടിൻ്റെ മുറ്റത്തിരുത്താണ് ഭക്ഷണം കൊടുത്തത്. അത്രയും പിന്നെ നിസ്സാരമായ കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്തെ വിഷയങ്ങളാവേണ്ടത്, ഒന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം പോലും അല്ലല്ലോ. എന്തായാലും നഗരസഭ തീരുമാനമായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പം LDFും SDP എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ഇവിടെ UDFിൻ്റെ ഭരണ സംവിധാനം പോകുമ്പോഴത്തേക്കും UDFിനെതിരെ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാൻ അവസരം കിട്ടുമ്പോഴത്തേനും അവരൊന്നാവുമല്ലോ. അല്ലെങ്കിലും ആ ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രി അങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ പോകുന്നത്. നമ്മളത് ആ നിലയിലേ കാണുന്നുള്ളൂ. നമ്മൾ സത്യസന്ധമായി കൃത്യമായി സ്ട്രെയിറ്റായി ഭരണസമിതി മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ചും UDFിൻ്റെ പുതിയ ഭരണസമിതി സംസ്ഥാന സർക്കാർ വന്നു. നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ രാപ്പകലില്ലാതെ ഓട്ടത്തിലാണ്. നാട്ടിൽ കുറേ വലിയ പ്രോജക്റ്റുകളടക്കമുള്ള ജനക്ഷേമ പദ്ധതികൾ നാട്ടിൽ കൊണ്ടുവരണം. അത് ആ ഒരു ഇച്ഛാശക്തിയോടുകൂടി ഭരണസമിതി മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണം ആവശ്യത്തിൽ ഞാൻ നിങ്ങളോടും കൂടെ അഭ്യർത്ഥിക്കുകയാണ്.